നമസ്തേ, ഞാൻ ഡോക്ടർ ദീപ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണല്ലേ. അപ്പോൾ ഈ ചൂടുകാലത്ത് നമുക്ക് ബോഡീനെ തണുപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പാനീയങ്ങൾ നമ്മളെ സഹായിക്കും നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അപ്പോൾ ആദ്യം തന്നെ മോരും വെള്ളം എല്ലാവരും കുടിക്കുന്നുണ്ടാവും. ഇത്രയും ചൂടുകാലത്ത് മോരും വെള്ളം, അതിൽ അത്യാവശ്യം നമുക്ക് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി അല്ലെങ്കിൽ കായപ്പൊടി അല്ലെങ്കിൽ വെളുത്തുള്ളി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഇട്ടിട്ട് കുടിക്കാവുന്നതാണ്. അധികം ഉപ്പ് ഇടാതെ ശകലം മാത്രം ഇട്ടിട്ട് ഒരുപാട് പുളിയില്ലാത്ത മോരാണ് കുടിക്കാൻ. ഓക്കെ, അതായി. പിന്നെ നമുക്ക് ഇളനീര് വെള്ളം അത് കുടിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാധാരണഗതിയിൽ പച്ചമാങ്ങേനെ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് അതിനൊന്ന് വേവിച്ചെടുത്തിട്ട് അതിൽ ജസ്റ്റ് ശർക്കരപ്പൊടി എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ധാരാളം വെള്ളം ചേർത്തിട്ട് അത് നമുക്ക് ജീരകപ്പൊടി, വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയും കൂടി ശകലം ആഡ് ചെയ്ത് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് അതും കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കോക്കം എന്ന് പറയും, അതായത് പുനമ്പുളി എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. അപ്പോൾ അത് ഉണങ്ങിയത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ തന്നെ തിളപ്പിച്ചിട്ട് കുടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നാളികേര പാലിൻ്റെ കൂടെ ഒരു പച്ചമുളക് മാത്രം ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. അതും ബോഡിക്ക് നല്ല തണുപ്പാണ്. പിന്നെ പാനകം എന്ന് വെച്ചാൽ പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ശർക്കര അതിൻ്റെ കൂടെ തന്നെ ചുക്കുപൊടി, ഏലക്കായൊക്കെ ഇട്ടിട്ട് പണ്ട് കാലങ്ങളിൽ ഇത് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും പുറത്തുനിന്നൊക്കെ വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് പണ്ടത്തെ ശീലമായിരുന്നേ, ഒരു കഷ്ണം വെള്ളമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു മോഡിഫൈഡ് ഫോം. അതുപോലെ തന്നെ ചെറുപയർ നല്ലതാണ് കേട്ടോ. ഈ ചൂടുകാലത്ത് നമ്മൾ ചെറുപയർ നമ്മൾ വേവിച്ച് കുറച്ച് ചെറുപയർ എടുക്കണമെങ്കിൽ അതിൻ്റെ അത്രയും 14 മടങ്ങ് വെള്ളത്തിലിട്ടിട്ട് ആദ്യം നനച്ച് വെക്കണം. പിന്നെ ഇതിലിട്ട് വേവിച്ച ശേഷം ആ വെള്ളം നമ്മൾ അരിച്ച് കുടിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് നല്ലതാണ്, മഞ്ഞ കളറുള്ളത്. അതിനെ നമ്മൾ നനച്ച് അതിനെ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം അതിൽ അരിച്ചിട്ട് ശർക്കരപ്പൊടി ശകലം ചേർത്ത് ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വെള്ളരിക്ക അതുപോലെ കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കുടിക്കാനും കൂടി പറ്റും. അതിൽ അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് ശകലം ഉപ്പോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് അതും കൂടി കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തണ്ണിമത്തൻ നല്ലത് കിട്ടുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ മസ്ക് മെലൺ വളരെ നല്ല തണുപ്പാണ് ബോഡിയിലേക്ക്. അത് നമുക്ക് നന്നായിട്ട് പഴുത്തതുണ്ടെങ്കിൽ അതിനെ ഒന്നും അങ്ങനെ കഴിക്കാം. അതല്ലെങ്കിൽ ശകലം ശർക്കരപ്പൊടിയും കൂടി ഇട്ടിട്ട് നാളികേരപ്പാൽ ചേർത്ത് കഴിക്കണമെങ്കിൽ നല്ല വെള്ളം പോലെ കുടിക്കണമെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ ഷുഗർ കെയിൻ ജ്യൂസ്, കരിമ്പിൻ ജ്യൂസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നാരങ്ങ വെള്ളം എല്ലാവർക്കും അറിയാം. പിന്നെ സാധാരണ ഡീടോക്സ് ഡ്രിങ്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് നമുക്ക് വെള്ളരിക്ക, ഇഞ്ചി, നാരങ്ങ, പുതിന എല്ലാം ഇട്ടിട്ട് കുടിക്കാൻ പറ്റുന്നത് നാരങ്ങ വെള്ളം കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇത്രയും ചൂടുള്ള കാരണം തന്നെ ഇതൊക്കെ ഒന്ന് നമുക്ക് ഡെയിലി ഏതെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ബോഡി ഒന്ന് തണുക്കും ചെയ്യും. വെള്ളം ധാരാളം കുടിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക, ചൂടുകാലം ആയതുകൊണ്ട് തന്നെ. ഓക്കെ, താങ്ക് യു.